ഇന്നൊരു വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഒത്തിരി പഴക്കമായതാണ്. അപ്പം കസ്റ്റമർ ചോദിച്ചു അത് അപ്പോൾ കരിമ്പിനടിച്ചിരിക്കുക, അതൊന്ന് റെഡിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതപ്പോൾ എങ്ങനെ റെഡിയാക്കുന്നത്? വാഷിംഗ് മെഷീൻ കരിമ്പിനടിച്ചിരിക്കുന്നത് കാണിക്കാവേ. ഇതുണ്ടോ, മൊത്തം എൻ്റെ ഫ്രണ്ട് വശം മൊത്തം കരിമ്പിനടിച്ച് ധരിച്ചിരിക്കുക. ഇതുണ്ടോ, ഇത് വേൾപൂളിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇത് വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കാന്നുള്ളേ ഉള്ളൂ. പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കുക, അതിന് മുകളിൽ പെയിൻ്റ് അടിക്കുക. കാണിക്കാവേ. നമ്മളിതുണ്ടോ, ഇത് നമ്മളതിൻ്റെ മുകളിൽ വെച്ചത് പെയിൻറ്റ് പറന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് മുകളിൽ മൊത്തം മാസ്കിൻ ടേപ്പ് വെച്ച് പത്ര പേപ്പർ ഒട്ടിച്ച് വെക്കുക. അന്നേരം പെയിൻറ്റ് ഒരു കാരണവശാലും അങ്ങോട്ട് മുകളിൽ പറന്ന് പിടിക്കത്തില്ല. ഈ സൈഡിലുള്ള ഭാഗത്ത് മാത്രമേ ആകത്തുള്ളൂ പെയിൻറ്റ്. നമ്മളിതുണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് ബോഡി നല്ലപോലെ ചൂടാകാൻ വേണ്ടി വെയിലത്ത് വെച്ചേക്കുക. വെയിലത്ത് നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോഴത്തേനും അതായത് ഈ ഫൈബർ ബോഡി പ്ലാസ്റ്റിക് കയറുന്നൊരു ബോഡിയാണ്, അതിനായിട്ട് പെയിൻറ്റ് പിടിക്കാൻ ഇച്ചിരി പാടാണ്. പ്ലാസ്റ്റിക് പ്രൈമർ പെയിൻറ്റ് അത് മിക്സ് ചെയ്ത് അടിച്ചു വിടുകയാണ് പിന്നെ. അങ്ങനെ നമ്മൾ അടിക്കാൻ വേണ്ടി റെഡിയാക്കി. മാസ്ക് വെച്ച് അടിക്കുന്നത്, ഇതാണ് മാസ്ക് കേട്ടോ. 3Mൻ്റെ ഗ്യാസും പെയിൻറ്റും എല്ലാം ഫിൽറ്റർ ചെയ്യുന്ന മാസ്കാണ്. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ബാക്കി പിന്നെ പറയാം. പെയിൻറ്റ് അടിച്ച് കഴിയുമ്പം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാവേ. അടിപൊളി, അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. കാണിക്കാം. ഇതുണ്ടോ, കരിമനെല്ലാം പോയി നല്ല അടിപൊളി നീറ്റായിട്ടുണ്ട്. പെയിൻറ്റിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും കേസിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളെ പിന്നെ ഫോളോ ചെയ്യാൻ മറന്നു പോകല്ലോ. ഓക്കെ, താങ്ക് യു.